DG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ്. വിവരാവകാശം വെച്ചതിൻ്റെ അന്ന് ഞാൻ പരാതി 10 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്ക് അവരുടെ പൈസ വേണ്ട. കാരണം ഇപ്പോൾ ഷെറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട്. ഇപ്പോൾ ഷെറിൻ്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട, ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അനിശാന്തി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, സുപ്രീം കോടതി ജാമ്യത്തിൽ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട. കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയ എന്നിട്ട് അസുഖം വന്നിട്ട് കാഴ്ചശക്തി കുറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിനെ സമീപിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 19 വർഷത്തെ തടവുകാരി ബിനിതാകുമാരി, അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ ആ സർളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം തടവുകാരെ കാര്യങ്ങളൊന്നും അവരില്ല.